ഹലോ എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ 9ാം ക്ലാസ്സിൻ്റെ സൺഡേ കാറ്റിസം ബൈബിൾ സ്റ്റഡി ആൻസേഴ്സ് ആണ് കാണിക്കുന്നത്. ടേം 2 ഒന്നാമത്തെ ചോദ്യം, പൗലോസ്ലീഹായുടെ കാല ലേഖനങ്ങൾ ഏതെല്ലാം? ഉത്തരം: എഫേസോസുകാർക്കും കൊളോസോസുകാർക്കും ഫിലമോനും ഫിലിപ്പിയർക്കും എഴുതിയ ലേഖനങ്ങൾ. 2. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ ക്രിസ്തുവിജ്ഞാനീയത്തിൻ്റെ രത്നച്ചുരുക്കം അവതരിപ്പിക്കുന്ന ഭാഗം. 2-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പൗലോസിൻ്റെ വംശവും ഗോത്രവും. ഇസ്രായേൽ വംശം, ബെഞ്ചമിൻ ഗോത്രം. സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. പൗലോസ്ലീഹായ്ക്ക് വിലപ്പെട്ടത് എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം. നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിൽ. കൊളോസോസുകാർ സുവിശേഷം ശ്രവിക്കുകയും ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തത് ആരിൽ നിന്ന്? എപ്പഫ്രാസിൽ നിന്ന്. നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിലും കൊളോസോസ് 1-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യത്തിലും പൊതുവായി കാണുന്ന വിശ്വാസവാചകം ഏത്? ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ്. അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. നമുക്കുണ്ടാകുന്ന പീഡനങ്ങളും വേദനകളും ഏത് കാഴ്ചപ്പാടിലൂടെ സഹിക്കണമെന്നാണ് 1-ാം അധ്യായം 24 ശ്ലീഹ പറയുന്നത്. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്ന കാഴ്ചപ്പാടിലൂടെ. എങ്ങനെയുള്ള വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ച് കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവാനാണ് ശ്ലീഹ ആവശ്യപ്പെടുന്നത്? ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നമ്മൾ സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ ദൃഢത പ്രാപിച്ച്. ക്രിസ്തുവിനോടൊപ്പം എപ്പോഴാണ് നാം സംസ്കരിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്തത്? മാമോദീസ സ്വീകരിച്ചപ്പോൾ. ദൈവിക പുണ്യങ്ങളെക്കുറിച്ച് തെസലോനിക്ക 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്ന പദപ്രയോഗങ്ങൾ ഏവ? വിശ്വാസം, സ്നേഹം, പ്രത്യാശ. എപ്രകാരമാണ് പൗലോസും സിൽവാനോസും തിമോത്തയോസും ചേർന്ന് തെസലോനിക്കക്കാരെ സുവിശേഷം അറിയിച്ചത്? വചനത്തിലും ശക്തിയിലും പരിശുദ്ധാത്മാവിലും. മരിച്ചവർ എന്ന പദത്തിനു പകരം പൗലോസ്ലീഹ ഉപയോഗിക്കുന്ന പദപ്രയോഗം ഏത്? യേശുവിൽ നിദ്ര പ്രാപിച്ചവർ. പകലിൻ്റെ മക്കളുടെ സവിശേഷത എന്ത്? വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരാണ്. കർത്താവിൻ്റെ ദിനം എപ്രകാരം വരുമെന്നാണ് വിശേഷിപ്പിക്കുന്നത്? രാത്രിയിൽ കള്ളൻ എന്ന പോലെ. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കുന്നത് ആരൊക്കെയാണ്? ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവരും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരും. അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തിയെ എപ്രകാരമാണ് സംഹരിക്കുന്നതും നാമാവശേഷമാക്കുന്നതും? കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള വിശ്വാസം കൊണ്ട് സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ നാമാവശേഷമാക്കുകയും ചെയ്യും. ആരുടെ മഹത്വം ലഭിക്കുന്നതിന് വേണ്ടിയാണ് സുവിശേഷത്തിലൂടെ ദൈവം നിങ്ങളെ വിളിച്ചത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം. നിങ്ങളോട് കൂടി ആയിരുന്നപ്പോൾ ഒരു കൽപ്പന നൽകി. കൽപ്പന ഏത്? അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. തെസലോനിക്കക്കാർക്കുള്ള 2-ാം ലേഖനത്തിൽ അവസാന വാക്യം ഏത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ബൈബിൾ സ്റ്റഡിയിലെ എല്ലാ ചോദ്യങ്ങളും 9ാം ക്ലാസ്സിൻ്റെ എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അയച്ചു കൊടുക്കുക.